Videoline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. യൂറോപ്യൻ യൂണിയൻ അതിർത്തിയിൽ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം നടപ്പിൽ വരുന്നു. പുതിയ സംവിധാനം നടപ്പിൽ വരുവാൻ UK ചെലവഴിക്കുന്നത് 10.5 മില്യൺ പൗണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അതിർത്തി കടന്ന് UK എത്തുന്നവർക്ക് പുതിയ പരിശോധനാ നടപടികൾ നിലവിൽ വരും. പുതിയ പദ്ധതി ഈ ശരത്കാലത്ത് നടപ്പിൽ വരുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പുതിയ പദ്ധതിക്കായി 10.5 മില്യൺ പൗണ്ട് ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോർട്ട് ഓഫ് ഡോവർ, ഫോക്സ്റ്റോണിലെ യൂറോ ടണൽ, സെയിന്റ് പാൻക്രാസിലെ യൂറോസ്റ്റാർ എന്നിവിടങ്ങളിലെ പരിശോധന എളുപ്പത്തിലാക്കുന്നതിനും കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനും പുതിയ സിസ്റ്റം സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UK നിന്ന് പോകുന്നവരും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് UK വരുന്നവരുമായ ഇതര യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ പുതുതായി കൊണ്ടുവരുന്ന എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് സിസ്റ്റം എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും. പുതിയ സിസ്റ്റത്തിന്റെ ഭാഗമായി വ്യക്തികളുടെ ഫോട്ടോയും വിരൽ അടയാളവും രേഖപ്പെടുത്തും. ഈ പരിശോധനകൾ പൂർത്തിയാക്കുവാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുവാനാണ് സർക്കാർ പണം ചിലവഴിക്കുന്നത്. ഇത് നടപ്പിലാക്കുന്നതോടെ അനധികൃത കുടിയേറ്റം ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി തീവ്രവാദ സ്വഭാവമുള്ളതുമായ വ്യക്തികൾ വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി രാജ്യത്തെത്തുന്നത് തടയാനാകും. യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിക്കുമ്പോഴോ പുറത്തു പോകുമ്പോഴോ നൽകുന്ന വിരലടയാളവും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയ രജിസ്ട്രേഷന് 3 വർഷമാണ് കാലാവധി. UK അധ്യാപകർക്കായി പുതിയ AI ടൂളുകൾ വികസിപ്പിക്കും. അധ്യാപകരുടെ ജോലിഭാരം കുറയ്ക്കുവാനുള്ള പദ്ധതിക്ക് ചെലവഴിക്കുന്നത് 3 മില്യൺ പൗണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും വരുത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ പ്രവചനാതീതമാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഒട്ടേറെ കാര്യങ്ങളാണ് വിവിധ മേഖലകളിൽ പുതുതായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ അധ്യാപകരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനുള്ള AI ടൂളുകൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ UK ആരംഭിച്ചു. ഇതിനായി 3 മില്യൺ പൗണ്ട് ചിലവഴിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്റ്റീഫൻ മോർഗൻ പറഞ്ഞത്. UK പല അധ്യാപകരും ഇപ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിലവിലുള്ള ടൂളുകൾ ഇംഗ്ലണ്ടിലെ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം രൂപകൽപ്പന ചെയ്തതോ അംഗീകരിക്കപ്പെട്ടതോ ആയ സംവിധാനങ്ങളില്ല. ഈ പോരായ്മ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ChatGPT പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ മിക്ക അധ്യാപകരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ടൂളുകൾ കുറച്ചുകൂടി കുറ്റമറ്റതാക്കുവാനും കൂടുതൽ അധ്യാപകർക്ക് ഇവയിൽ പരിശീലനം നൽകുവാനുമാണ് സർക്കാർ പുതിയ പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത്. UK പെൺകുട്ടികളിൽ ആർത്തവം നേരത്തെ ആകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സാധാരണ ശരാശരി പ്രായം 12 ആണെങ്കിലും പലർക്കും 10 വയസ്സിൽ തന്നെ ആർത്തവം ഉണ്ടാകുന്നതായി റിപ്പോർട്ട്. ഗവേഷണമനുസരിച്ച് പെൺകുട്ടികളിൽ മുമ്പത്തേക്കാൾ ചെറുപ്പത്തിൽ തന്നെ ആർത്തവം ആരംഭിക്കുന്നു. 1950-നും 69-നും ഇടയിൽ ജനിച്ച സ്ത്രീകൾക്ക് ആർത്തവം ആരംഭിച്ചത് ശരാശരി 12 വയസ്സിലാണെങ്കിൽ 2000-നും 2005-നും ഇടയിൽ ജനിച്ചവരുടെ ശരാശരി പ്രായം 11 വയസ്സായി മാറിയതായി മെയ് മാസം പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. 11 വയസ്സിന് മുമ്പ് ആർത്തവം ആരംഭിക്കുന്ന പെൺകുട്ടികളുടെ അനുപാതം 8.6% നിന്ന് 15.5% വർദ്ധിച്ചതായി പഠനം നടത്തിയ ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു. ഇത്തരം കുട്ടികൾക്ക് അസഹനീയമായ വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. UP പുകഴ്ത്തു, ലക്ഷാധിപതിയാകൂ. ഡിജിറ്റൽ മീഡിയ നയം പുതുക്കിയിരിക്കുകയാണ് യോഗി സർക്കാർ. സമൂഹ മാധ്യമങ്ങളിലെ ദേശവിരുദ്ധ പോസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ഏർപ്പെടുത്തിയും സർക്കാർ പദ്ധതികളെ പുകഴ്ത്തിയാൽ 8 ലക്ഷം രൂപ വരെ പാരിതോഷികം ചെയ്തും ഉത്തർപ്രദേശ് സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ മീഡിയ നയം. ഫേസ്ബുക്ക്, X, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാനായാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. അധിക്ഷേപകരമായ ഉള്ളടക്കങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. സർക്കാർ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ പ്രചരിപ്പിച്ച സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാർക്ക് മാസം 8 ലക്ഷം രൂപ വരെ പ്രതിഫലം നൽകും. ഫോളോവർമാരുടെയും സബ്സ്ക്രൈബർമാരുടെയും എണ്ണം അനുസരിച്ചാകും പ്രതിഫലം. ഫോളോവർമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പദ്ധതികൾ പ്രചരിപ്പിക്കുവാനായി ഇൻഫ്ലുവൻസർമാർ, ഏജൻസികൾ, സ്ഥാപനങ്ങൾ എന്നിവയെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. വിവിധ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പരമാവധി ലഭിക്കാവുന്ന തുകയ്ക്കും പുതിയ നയത്തിൽ പരിധി നിശ്ചയിച്ചു. ഇതുപ്രകാരം Xൽ നിന്ന് 5 ലക്ഷം രൂപയും ഫേസ്ബുക്കിൽ നിന്ന് 4 ലക്ഷം രൂപയും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 3 ലക്ഷം രൂപയുമാണ് വ്യക്തിക്ക് പരമാവധി കൈപ്പറ്റാനാവുക. യൂട്യൂബിൽ 8 ലക്ഷമാണ് പരിധി. ഷോർട്സിന് 7 ലക്ഷവും പോഡ്കാസ്റ്റിന് 6 ലക്ഷം രൂപ വരെയും ലഭിക്കും. കേന്ദ്രത്തിന്റെ ഓണസമ്മാനം
പാലക്കാട്ട് വ്യവസായ സ്മാർട്ട് സിറ്റി വരുന്നു. 3806 കോടി രൂപ ചെലവിൽ 51,000 പേർക്ക് ജോലി സാധ്യത. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി തുടങ്ങുവാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. രാജ്യത്തെ വ്യവസായിക ഇടനാഴികളെ തമ്മിൽ ബന്ധിപ്പിച്ച രാജ്യത്താകെ സ്ഥാപിക്കുന്ന 12 സ്മാർട്ട് സിറ്റികളിൽ ഒന്നാണ് പാലക്കാട് വരിക. 3806 കോടി രൂപയാണ് പദ്ധതിക്കായി മുടക്കുക. ഇതിലൂടെ 51,000 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. പാലക്കാട് പുതുശ്ശേരിയിലാണ് സ്മാർട്ട് സിറ്റി വരിക. സേലം കൊച്ചി ദേശീയപാതയോട് ചേർന്നാണ് ഇത്. ഉത്തരാഖണ്ഡിലെ ഖുർപിയ, പഞ്ചാബിലെ രാജ്പുര പാഠ്യാല, മഹാരാഷ്ട്രയിലെ ദിഗ്ഗി, യുപിയിലെ ആഗ്ര, പ്രയാഗ്രാജ്, ബീഹാറിലെ ഗയ, തെലങ്കാനയിലെ സഹീറാബാഗ്, ആന്ധ്രയിലെ ഒർവാക്കൽ, കൊപ്പാർത്തി, രാജസ്ഥാനിലെ ജോധ്പൂർ, പാലി എന്നിവിടങ്ങളിലാണ് സ്മാർട്ട് സിറ്റികൾ വരുന്നത്. ആകെ 28,602 കോടി രൂപയുടെ ചെലവാണ്. കേരളത്തിൽ 5 ദിവസം വ്യാപകമായ മഴ. വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 30-ന് അതിശക്തമായ മഴയ്ക്കും സാധ്യത. 28 മുതൽ സെപ്റ്റംബർ 1 വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിക്കും. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വെള്ളിയാഴ്ച കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞുവെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. 17 മൃതദേഹങ്ങളും 56 ഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് രക്തബന്ധുക്കളിൽ നിന്നും ശേഖരിച്ച DNA സാമ്പിളുകളുമായി യോജിച്ചത്. ഒരാളുടെ തന്നെ 1-ൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. ഇനി കായിക വാർത്തകൾ. ലക്നൗ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റും. ബാറ്ററായി മാത്രം കളിക്കാം. IPL ടീമായ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും KL രാഹുലിനെ മാറ്റും. ബുധനാഴ്ച ലക്നൗ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം. അടുത്ത സീസണിലും ലക്നൗ സൂപ്പർ ജയൻസിൽ തന്നെ കളിക്കുവാൻ രാഹുലിന് താല്പര്യമുണ്ട്. എന്നാൽ ക്യാപ്റ്റൻസി വേണ്ടെന്നാണ് രാഹുലിന്റെ നിലപാട്. രാഹുൽ സ്ഥാനമൊഴിഞ്ഞാൽ ഇന്ത്യൻ താരം കൃണാൽ പാണ്ഡ്യയോ വിൻഡീസ് ബാറ്റർ നിക്കോളാസ് പുരാനോ ലക്നൌവിനെ നയിക്കുവാനാണ് സാധ്യത. കഴിഞ്ഞ തിങ്കളാഴ്ച കൊൽക്കത്തയിലെത്തിയ രാഹുൽ സഞ്ജീവ് ഗോയങ്കയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ബാറ്റർ എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാനാണ് താല്പര്യമെന്ന് രാഹുൽ ഗോയങ്കയെ അറിയിച്ചിട്ടുണ്ട്. രാഹുലിനെ ബാറ്ററായി മാത്രം ടീമിൽ നിർത്തുവാൻ ലക്നൗ മാനേജ്മെന്റിനും താല്പര്യമുണ്ട്. ദുലീപ് ട്രോഫി പരിശീലനത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് രാഹുൽ ഇപ്പോഴുള്ളത്. ശുഭ്മാൻ ഗില്ലിനു കീഴിൽ ടീം എയിലാണ് രാഹുൽ കളിക്കുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.90 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.